ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത് റോയൽ എൻഫീൽഡ് ബുള്ളറ്റിൻ്റെ മാജിക്കൽ പവറിനെ കുറിച്ചാണ്. എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, റോയൽ എൻഫീൽഡ് ബൈക്കുകൾ നല്ല ആകാര സൗകുമാര്യമുള്ള ആളുകൾക്ക് പറ്റിയതാണ്. എന്ന് വെച്ചാൽ നല്ല പൊക്കവും അതിനൊത്ത തടിയും നല്ല ഗാംഭീര്യവും ഉള്ള ആളുകൾക്ക് മാത്രമേ ഈ റോയൽ എൻഫീൽഡ് ബുള്ളറ്റുകൾ ചേരൂ, അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇത് എന്നുള്ളൊരു ചിന്ത ഒരുപാട് ആളുകൾക്കുണ്ട്. എന്നാൽ അത് ശരിയല്ല. ഞാൻ നിങ്ങൾക്ക് ഒരു കഥ പറഞ്ഞു തരാം. എൻ്റെ ഒരു അനുഭവ കഥയാണ്. ഏകദേശം 10-12 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് ഒരു റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് മേടിച്ചായിരുന്നു. ഒരു പഴയ മോഡൽ ബുള്ളറ്റ്. അത്രയും നാളും അവൻ യാത്ര ചെയ്തിരുന്നത് ഒരു ഹോണ്ട ആക്റ്റീവ വണ്ടിയിലായിരുന്നു. അപ്പോൾ അവൻ്റെ വീട് ഒരു വലിയൊരു കുന്നിൻ പുറത്താണ്. എന്ന് വെച്ചാൽ അവൻ്റെ വീട്ടിലേക്ക് ഈ ടാറിട്ട മെയിൻ റോഡിൽ നിന്ന് കയറി പോകാനായിട്ട് ഒരു 2 വീലർ മാത്രം പോകുന്ന കുത്തനെയുള്ള ഒരു കയറ്റമായിരുന്നു. അപ്പോൾ ആ കയറി പോകുന്നതിൻ്റെ ഇടത് സൈഡിൽ ഒരു വലിയൊരു കുഴിയായിരുന്നു. എന്ന് വെച്ചാൽ തൊട്ടടുത്ത വസ്തു എന്ന് പറയുന്നത് വീണ്ടും വളരെ വലിയൊരു താഴ്ചയിലായിരുന്നു. ഏകദേശം ഒരു 50 മീറ്ററോളം ഇങ്ങനെ കയറ്റം കയറി ചെന്നാൽ മാത്രമേ ഇവൻ്റെ വീടെത്തൂ. പക്ഷേ ഈ ഹോണ്ട ആക്റ്റീവ വണ്ടിയിൽ അവൻ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇത്രയും നാളും യാത്ര ചെയ്ത് വരികയായിരുന്നു. ആ വഴിയിൽ കൂടി, ആ ഇടുങ്ങിയ വഴിയിൽ കൂടി. അങ്ങനെ ബുള്ളറ്റ് എടുത്ത ദിവസം തന്നെ, അപ്പോൾ അതിൻ്റെ ആ ഒരു സന്തോഷത്തിൽ ഇവന് ബുള്ളറ്റ് ഓടിച്ച് ഈ ചെറിയ വഴിയിലൂടെ ഓടിച്ച് അവൻ്റെ മുറ്റത്തേക്ക് എത്തി. പക്ഷേ ഇതിൻ്റെ പ്രശ്നം സംഭവിച്ചത് പിറ്റേ ദിവസം രാവിലെ ഈ വണ്ടിയും എടുത്ത് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് അവൻ ജോലിക്ക് പോകാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന സമയത്താണ്. കാരണം ഈ വണ്ടിയിൽ കയറി ഇരുന്നിട്ട്, ബുള്ളറ്റിൽ കയറി ഇരുന്നിട്ട് ഈ ഇറക്കത്തിലേക്ക് ഇറക്കാൻ വേണ്ടി ആഞ്ഞ ഇവൻ ഒന്ന് പേടിച്ചു പോയി. കാരണം ആക്റ്റീവ പോലെ ഇത്രയും ഹൈറ്റുള്ള വണ്ടി. അങ്ങനെ ഇവനൊരു വല്ലാത്തൊരു ഉള്ളിലൊരു പേടി വന്നു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ എന്ത് ചെയ്തു, ഇവൻ എന്നെ വിളിച്ചൂടാ, ഒന്ന് വരണം, ഒന്ന് സഹായിക്കണം. അങ്ങനെ ഞാൻ അവിടെ ചെന്നു. ആ സമയത്ത് ഞാൻ ബുള്ളറ്റ് എടുത്ത ഒരു സമയമാണ്. പക്ഷേ ഈ ഒരു ഇറക്കം കണ്ടിട്ട്, ഈ ഒരു പഴയ മോഡൽ വണ്ടി നമുക്ക് ഓടിച്ചധികം പരിചയവുമില്ല. അപ്പോൾ എനിക്കും അതിനുള്ളൊരു ധൈര്യം ഉണ്ടായില്ല ആ സമയത്ത്. അങ്ങനെ നമ്മൾ അടുത്തുള്ള ഒരു വർക്ക്ഷോപ്പ് മേസ്തിരിയെ വിളിച്ചിട്ട് ഇങ്ങനെ കാര്യം പറഞ്ഞു. അപ്പോൾ അയാൾ ഒരാളുടെ നമ്പർ തന്നു. എന്നിട്ട് പറഞ്ഞു, ഇത് വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളാണ് ബുള്ളറ്റ് വണ്ടി ഓടിക്കുന്നതിൽ. പുള്ളിക്കാരന് നിങ്ങൾ ഉറപ്പായിട്ടും സഹായിക്കാൻ പറ്റും. നിങ്ങൾ അദ്ദേഹത്തെ ഒന്ന് വിളിച്ച് നോക്ക്. ഈ പുള്ളിക്കാരനല്ലാതെ വേറെ ആരും ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ബുള്ളറ്റ് കൈകാര്യം ചെയ്യാനുള്ളതായിട്ട് എനിക്ക് അറിവില്ല എന്ന് അയാൾ പറഞ്ഞു. അങ്ങനെ അയാൾ തന്ന നമ്പറിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ പുള്ളിക്കാരൻ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ കാര്യം പറഞ്ഞപ്പോൾ അയാൾ ചോദിച്ച ഒരൊറ്റ ചോദ്യമുള്ളൂ, നിങ്ങൾ ഓടിച്ചാണോ ആ വണ്ടി മുകളിൽ എത്തിച്ചത്? അപ്പോൾ അവൻ പറഞ്ഞു, അതെ, ഞങ്ങൾ ഓടിച്ചാണ് എത്തിയത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ആ വണ്ടി അവിടെ നിന്ന് ഇറക്കിത്തരാം. ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ. നമ്മൾ സ്ഥലം പറഞ്ഞു കൊടുത്തു. അദ്ദേഹം ഉടനെ വരാമെന്ന് പറഞ്ഞു. ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ആളവിടെ എത്തുകയും ചെയ്തു. അപ്പോൾ ശരിക്കും ഈ അരമണിക്കൂർ ഗ്യാപ്പിനിടയിൽ ഈ വരുന്ന ആളിനെ നമുക്കറിയില്ലല്ലോ, നമ്മളിതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ ഒരു സംഭാഷണം നടത്തിയിരുന്നു. നമ്മൾ കുറച്ച് ചർച്ചകൾ നടത്തി. ആളെങ്ങനെയായിരിക്കും. ഇപ്പം നമ്മുടെയൊക്കെ മനസ്സിൽ സ്ഫടികത്തിലെ മോഹൻലാലിനെ പോലെയോ വയലൻസിലെ പൃഥ്വിരാജിനെ പോലെയോ അല്ലെങ്കിൽ മമ്മൂട്ടിയെ പോലെയൊക്കെ ഉള്ള ഒരാളുടെ ഒരു ചിത്രമായിരുന്നു നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ ഒരു അരമണിക്കൂറിന് ശേഷം വന്ന് കണ്ട ആ മനുഷ്യനെ കണ്ട് നമ്മളൊന്ന് ഞെട്ടി. ഇതാ കണ്ടില്ല, ഒരു ഞരമ്പോളമുള്ളൊരു മനുഷ്യൻ, പൊക്കം കുറഞ്ഞിട്ട്, ഒട്ടും ശരീര ഭാരമില്ലാത്ത, വളരെ മെലിഞ്ഞ, ഒരു സിൽപ്പർ ചെരുപ്പും ഒരു കള്ളിപ്പേശയും ഒരു സാധാരണ ഒരു ഷർട്ടും ഇട്ട് അല്പം കഷണ്ടി കയറിയ തലയുമുള്ള ആ ഒരു കുഞ്ഞു മനുഷ്യൻ കയറി വന്നു. അപ്പോൾ ഇയാളെ കണ്ടതേ നമ്മുടെ ആ ഒരു പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു. അപ്പം നമ്മൾ വിചാരിക്കുകയാണ്, ഈ വണ്ടി ഒന്ന് സ്റ്റാൻഡിൽ നിന്ന് ഇറക്കാനുള്ള ഒരു ആരോഗ്യം പോലും ഇല്ലാത്ത ഒരാൾ, ഒരുപക്ഷെ ഇയാൾക്ക് കയറി ഇരുന്നാൽ ഈ വണ്ടിയിൽ കാല് പോലും എത്തില്ല, അല്ലേ? ഇദ്ദേഹം വന്നു, വഴിയൊക്കെ നോക്കി, എന്നിട്ട് പറഞ്ഞു, നമ്മളോട് എത്രേ പറഞ്ഞോളൂ, ഇച്ചിരി റിസ്ക് ആണ്, എന്നാലും ഞാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. ഇനി എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. കാരണം വലതുവശത്തേക്ക് ചരിഞ്ഞ് വീണ് കഴിഞ്ഞാൽ പിന്നെ പൊടി പോലും കിട്ടില്ല. ബുള്ളറ്റും പോവും, ആളും പോവും. അദ്ദേഹത്തിന് ചാവി കൊടുത്തു. അദ്ദേഹം വണ്ടി സ്റ്റാൻഡിൽ നിന്നും ചവിട്ടി ഇറക്കി. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒന്ന് ചെറിയ രീതിയിൽ അപ്പോഴും ഒന്ന് അത്ഭുതപ്പെട്ടു. എന്തെന്ന് വെച്ചാൽ, നമ്മളൊക്കെ ഈ ബുള്ളറ്റ് ഈ സ്റ്റാൻഡിൽ നിന്ന് ഇറക്കുന്നതിനും അങ്ങോട്ടും തിരിക്കുന്നതിനൊക്കെ നമ്മൾ ഒരുപാട് ആയാസം അനുഭവിക്കാറുണ്ട്. പക്ഷേ വെറും ഒരു മെല്ലിച്ച കൈകളുണ്ട്. ആ മെല്ലിച്ച കൈകളുണ്ട് ആ ഒരു കുഞ്ഞു മനുഷ്യൻ അതിനെ ഈസി ആയിട്ട് അതിൻ്റെ സ്റ്റാൻഡിൽ നിന്നും വണ്ടി താഴേക്ക് എടുത്തിട്ട് അദ്ദേഹം ഒരുപാട് ആരോഗ്യമൊന്നും അതിന് ഉപയോഗിച്ചതായിട്ട് എനിക്ക് തോന്നിയിരുന്നില്ല.
അങ്ങനെ അദ്ദേഹം വണ്ടിയിലേക്ക് കയറിയിരുന്നു. ഞാൻ പിന്നെ കണ്ടത്, ഞാൻ കേട്ട് പരിചയമുള്ള ചില കാര്യങ്ങളാണ് അവിടെ പിന്നെ സംഭവിച്ചത്. എന്ന് വെച്ചാൽ പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ റോയൽ എൻഫീൽഡ് ബുള്ളറ്റുകൾ ഉപയോഗിക്കുന്നത്, അത് സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ അത് ഓടിച്ചു പോകുന്നത് വരെ അത് ശരിക്കും ഒരു റൈഡിങ് അല്ല, മറിച്ച് അതൊരു കലയാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആ ഒരു കല ഞാനവിടെ നേരിട്ട് കാണുകയായിരുന്നു. എന്ന് വെച്ചാൽ ഇദ്ദേഹം ആ ചാവി ഓണാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് തൊട്ട് തൊഴുതിട്ട് അതിൻ്റെ ആ ചോക്ക് പിടിച്ചിട്ട് ജസ്റ്റ് കിക്കറൊന്ന് അനക്കി, എല്ലാം ഒരു പ്രത്യേക ഒരു സ്റ്റൈലാണ്, പ്രത്യേക കലയായിരുന്നു അത്. കിക്കറിൽ അനക്കി, ഈ കിക്കർ അനക്കുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചത് ഇദ്ദേഹത്തിൻ്റെ ഒരു കാല് കിക്കറിൽ, ഇപ്പുറത്തെ കാല് ശരിക്കും ഒന്ന് തറയിലൊന്ന് തൊട്ട് നിൽക്കുന്നതേ ഉള്ളൂ. അദ്ദേഹം കുത്തി നിൽക്കുകയാണ്, എത്തുന്നില്ല കാല്. അപ്പോൾ ആ ഒരു പൊസിഷനിൽ നിന്നുകൊണ്ട് ചെറുതായിട്ട് അനക്കി അതിൻ്റെ ആംബിയർ കറക്റ്റ് ചെയ്തിട്ട് വളരെ പതിയെ ഒരു പ്രത്യേക ഒരു നാക്കിൽ കാലം കൊണ്ട് താഴ്ത്തി വെച്ചതേ ഉള്ളൂ, വണ്ടി സ്റ്റാർട്ടായി. എന്ന് വെച്ചാൽ കിക്കർ ചവിട്ടി അടിക്കുകയല്ല, അദ്ദേഹം ആ കാലങ്ങ് താഴ്ത്തുകയായിരുന്നു ചെയ്തത്. അങ്ങനെ വണ്ടി സ്റ്റാർട്ടായത് വലിയ കോലാഹലത്തിലല്ല, ഒരുപാട് ആക്സിലേറ്റർ ഒന്നും കൊടുത്തിട്ടല്ല, പതിയെ നമ്മൾ ശബ്ദം പോലും കേൾക്കാത്ത രീതിയിൽ പതിയെ വണ്ടി തുളുമ്പി സ്റ്റാർട്ടായി നിന്നു. എന്നിട്ട് ഞങ്ങളെ നോക്കിയിട്ട് പറഞ്ഞു നല്ല വണ്ടിയാണെന്ന് പറഞ്ഞു. പതിയെ അദ്ദേഹം ഫസ്റ്റ് ഗിയർ ഇട്ട് വണ്ടി മുന്നോട്ടെടുത്തു, വളരെ നിസ്സാരമായിട്ട്. എന്ന് വെച്ചാൽ ഇതിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഈ വണ്ടിയിൽ കയറി ഇരുന്ന് വണ്ടി അനങ്ങിയത് ഇദ്ദേഹത്തിൻ്റെ 2 കാലുകളും ആ ഒരു ചവിട്ടുന്ന പെഡലിലെടുത്ത് വെച്ചിട്ട് ഈ ചരലുകൾ നിറഞ്ഞ ആ ദുർഘടമായ ഈ വഴി അദ്ദേഹം ഇറങ്ങി താഴെ എത്തുന്നത് വരെ ഇദ്ദേഹം പെഡലിൽ നിന്ന് കാലെടുത്തിട്ടില്ല. നമ്മൾ സാധാരണ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള വഴിയാണെങ്കിൽ നമ്മൾ കാലൊക്കെ ഇങ്ങനെ വീശാറുണ്ടല്ലേ, വിശറി പോലെയൊക്കെ. പക്ഷെ ഇങ്ങനെ ഒന്നും ചെയ്യാതെ തന്നെ തുഴഞ്ഞു പോകുന്നതെന്നൊക്കെ പറയാം, അങ്ങനെ ഒന്നുമില്ല. അദ്ദേഹം പെഡലിൽ നിന്ന് കാലെടുത്തിട്ടില്ല. താഴെ വണ്ടി എത്തി, നമ്മളൊക്കെ നെഞ്ചിടിച്ചാണ് നോക്കി നിന്നത്. അദ്ദേഹം താഴെ എത്തി, വണ്ടി നിർത്തി, സ്റ്റാൻഡ് ചവിട്ടി വെച്ചു, താക്കോല് തന്നു. അപ്പം നമ്മൾ ചോദിച്ചു, നമുക്ക് അത്ഭുതമായിരുന്നു, നമുക്ക് ഒരു അമ്പരപ്പായിരുന്നു. ഇത്ര ഈസി ആയിട്ട്, നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടാണെന്ന് ചിന്തിച്ച കാര്യം വളരെ ഈസി ആയിട്ട് ഇദ്ദേഹം ഹാൻഡിൽ ചെയ്തല്ലോ, ഒരു പേടിയില്ലാതെ. അപ്പോൾ നമ്മൾ ചോദിച്ചു, ചേട്ടാ ഇത് ചേട്ടൻ അങ്ങനെ എങ്ങനെ പറ്റി, ഇതിന് പേടിയൊന്നും തോന്നിയില്ലേ എന്ന് ചോദിച്ചു. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, ശരിക്കും ഈ വഴി കണ്ടപ്പോൾ ഒരു പേടി തോന്നിയായിരുന്നു. മുകളിൽ കയറി അവൻ്റെ വീട് മുറ്റത്തെത്തുമ്പോൾ ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നു. പക്ഷേ വണ്ടിയിൽ കയറിയിരുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഈ വഴിയെക്കുറിച്ചോ ഒന്നിനെക്കുറിച്ചോ ആലോചിച്ചില്ല. ഞാൻ ഈ വണ്ടി ഓടിക്കുകയാണെന്നൊരു ചിന്ത മാത്രമേ മനസ്സിൽ വന്നുള്ളൂ. അയാൾ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ റോയൽ എൻഫീൽഡ് ബുള്ളറ്റിൽ കയറിയിരുന്ന് സ്റ്റാർട്ട് ചെയ്ത് വണ്ടി അനങ്ങുന്നത് വരെ നമ്മൾ വണ്ടിയെ കെയർ ചെയ്താൽ മതി. അത് കഴിഞ്ഞാൽ വണ്ടി നമ്മളെ കൊണ്ട് പൊക്കോളും. നമ്മുടെ കൈകളിലാണ് പിന്നെ വണ്ടി. നമ്മുടെ 2 കൈകളിൽ അമ്മാനമാടുന്ന, നമ്മുടെ കൈകളിൽ നമുക്ക് പറത്താവുന്ന ഒരു വണ്ടിയാണ് ഈ സാധനം. അത്രേ ഉള്ളൂ. ആ കൈകളിലിരിക്കും, നമ്മുടെ കൈകൾ എങ്ങനെയാണോ ചലിക്കുന്നത് അതിനനുസരിച്ച് വണ്ടി പോകുമെന്ന് പറഞ്ഞു തന്ന ആ ഒരു മനുഷ്യനെ ഞാനിപ്പോൾ ഓർക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോടെല്ലാവരോടും പറയാനുള്ളത്, ശരീരമല്ല പ്രധാനം. ഈ വ്യക്തിയെ അതിനു മുമ്പൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, വഴിയെ നടന്നു പോകുന്നതും. അദ്ദേഹം വേറെ വണ്ടിയിൽ യാത്ര ചെയ്യുന്നു. അദ്ദേഹത്തിന് ആ സമയത്ത് സ്വന്തമായിട്ടുണ്ടായിരുന്ന ഒരു ഹോണ്ട ആക്റ്റീവ വണ്ടിയാണ്, അത് ഒരു പഴയ വണ്ടി. അപ്പോൾ അതിലാണ് അദ്ദേഹം യാത്ര ചെയ്തിരുന്നത്. നമ്മളോട് പറഞ്ഞായിരുന്നു, അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് ചില സാമ്പത്തിക പ്രതിസന്ധികൾ കാരണം അദ്ദേഹം വിറ്റു. എന്നിട്ടിപ്പോൾ വണ്ടിയില്ല, 2 വർഷമായിട്ട് ബുള്ളറ്റ് ഉപയോഗിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തെ മുമ്പ് കണ്ടപ്പോൾ ഇങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു ഗാംഭീര്യമോ ഒന്നും എനിക്ക് തോന്നിയില്ല. ഒരു സാധാരണ ഒരു മനുഷ്യൻ, ഞാൻ ജസ്റ്റ് ഒക്കെ കണ്ടിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ട്. പക്ഷെ അതിനുശേഷം ഏകദേശം ഒരു 5-6 മാസങ്ങൾക്കൊക്കെ ശേഷം ഇദ്ദേഹം റോയൽ എൻഫീൽഡ് ബുള്ളറ്റിൽ യാത്ര ചെയ്യുന്നത് ഞാൻ വഴിയിൽ വെച്ച് കണ്ടായിരുന്നു. ഇത്രയും ഗാംഭീര്യത്തോടുകൂടി, ഇത്രയും ഒരു പ്രത്യേക ഒരു ഭംഗി തോന്നുന്ന രീതിയിൽ റോയൽ എൻഫീൽഡ് ബുള്ളറ്റിൽ ഒരു വ്യക്തിയും യാത്ര ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം യാത്ര ചെയ്യുന്നത് ബുള്ളറ്റിൽ ഇങ്ങനെ ഞെളിഞ്ഞ് പിടിച്ചിരുന്ന് ഇങ്ങനെയൊന്നും അല്ല യാത്ര ചെയ്യുന്നത്. അദ്ദേഹം കൈമടക്കി വെച്ച് ഒരു പ്രത്യേക സ്റ്റൈലിൽ ഒന്ന് കൂനിയിരുന്ന്, ഒന്ന് നടു നിവർത്തിയൊന്നുമല്ല, ഇച്ചിരി ഒന്ന് കൂനിയിരുന്ന്, കാലുകളൊക്കെ ഒന്ന് വിശറി പോലെ, ഒന്ന് കാലിൻ്റെ ഈ പെടലുകൾ, നമ്മുടെ പാദങ്ങളൊക്കെ ഒന്ന് വിശറി പോലെ വെച്ച്, ഒരു പ്രത്യേക തലയൊക്കെ ഒരു പ്രത്യേക രീതിയിൽ ചരിച്ച് വെച്ച്, ഒരു പ്രത്യേക ശൈലിയിലാണ് അദ്ദേഹം വണ്ടി ഓടിക്കുന്നത്. എന്ത് കലയാണെന്നറിയാം ആ വണ്ടി ഓടിച്ച് പോകുമ്പോൾ. അതാരും നോക്കി നിന്ന് പോകുന്ന ഒരു കാഴ്ചയാണ് അദ്ദേഹം വണ്ടി ഓടിക്കുന്നത്. എന്ന് വെച്ചാൽ പുറത്തിയല്ല പോകുന്നത്, ഇദ്ദേഹം ഒരു 25-30 കിലോമീറ്ററിനകത്ത് മാത്രം പതിയെ വണ്ടി ഓടിച്ച് പോകുന്ന ആളാണ്. അയാൾ ഇതുവരെ വണ്ടി വേഗതയിൽ ഓടിച്ചു പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇത്രയും മനോഹരമായിട്ട്, ഇത്രയും ഭംഗിയിൽ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് ഓടിക്കാൻ പറ്റും എന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് ആ വ്യക്തിയെ കണ്ടിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട്, നിങ്ങളോട് പറയാനുള്ളത്, റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് മേടിക്കാൻ വേണ്ടി മടിച്ചിരിക്കുന്ന ആളുകൾ, എന്ന് വെച്ചാൽ എനിക്കിച്ചിരി പൊക്കം കുറവാണ്, എനിക്കിച്ചിരി ഭംഗി കുറവാണ്, കഷണ്ടി ഉണ്ടെന്നോ, അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് ശരീരമില്ല, ഞാൻ വളരെ ഞരമ്പ് പോലെയാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് വണ്ടി ചേരില്ല എന്ന് കരുതി ഇത് വാങ്ങാതെ ഇരിക്കുന്ന
ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. ഈ റോയൽ എൻഫീൽഡ് ബുള്ളറ്റിൻ്റെ ഏറ്റവും വലിയ മാസ്മരികത, ഇതിൻ്റെ മാജിക്ക് എന്ന് പറയുന്നത്, നടന്നു പോകുന്ന വ്യക്തിക്കില്ലാത്ത ഒരു പരിവേഷം അതിൽ കയറിയിരിക്കുമ്പോൾ ആ വ്യക്തിക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതിൽ കയറിയിരുന്ന് ഓടിച്ചു പോകുമ്പോൾ ആ വ്യക്തിക്ക് നടന്നു പോകുമ്പോൾ ഒരു സാധാരണ മനുഷ്യനാണെങ്കിൽ വണ്ടിയിൽ കയറിയിരുന്ന്, റോയൽ എൻഫീൽഡ് ബുള്ളറ്റിൽ കയറിയിരുന്ന് യാത്ര ചെയ്യുമ്പോൾ അയാൾക്കൊരു താരപരിവേഷം, രാജാവിൻ്റെ പരിവേഷം നേടിക്കൊടുക്കുന്നു. അതുകൊണ്ടാണ് ആ വണ്ടിക്ക് പേര് കിട്ടിയതും റോയൽ എന്ന പേര് കിട്ടിയത്, റോയൽ കാറ്റഗറിയിൽ ഇത് അറിയപ്പെടുന്നത്. അതാണ് ഇതിൻ്റെ ഞാൻ പറയാൻ ഉദ്ദേശിച്ച റോയൽ എൻഫീൽഡിൻ്റെ ഒരു മാജിക്കൽ പവർ എന്ന് പറയുന്നത്. സാധാരണ ഒരു വ്യക്തിയെ അതിൻ്റെ ആ വണ്ടിയുടെ ആ ഒരു മാജിക്കൽ പവർ കൊണ്ട് നമുക്ക് ആരാധിക്കാൻ തോന്നുന്ന ഒരു വ്യക്തിയാക്കി മാറ്റുന്ന ഒരു മാജിക്. അത് ഈ ഒരു വണ്ടിക്കല്ലാതെ ലോകത്തിൽ ഒരു വണ്ടിക്കും അവകാശപ്പെടാനില്ല. ഇങ്ങനെ ഒരു ക്വാളിറ്റി, ഇങ്ങനെ ഒരു കഴിവ്, ഇങ്ങനെ ഒരു മാജിക്കൽ പവർ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.